ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് ഫ്രെയിം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഫ്രെയിമാണ് ഇങ്ങനത്തേത്. ഇതിന് ഒരു ഹുക്ക് ഉണ്ടാകും, അത് വെച്ചാണ് നമ്മളതിനെ ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ചെയിൻ ഉണ്ടാകും, ഇതിൽ നമുക്കിതിനെ ഫ്രെയിമിനെ ഹാങ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ ഷേപ്പല്ല, ഒരുപാട് വെറൈറ്റീസ് ഇതിൻ്റെ ഷേപ്സിലുണ്ട്. റൗണ്ടഡ് ഉണ്ട്, ഹെക്സഗണലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സൈസും ഡിഫറെൻ്റ് ആയിട്ടുള്ള നമുക്ക് കിട്ടും. ഫസ്റ്റ് നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ആദ്യം ഫ്രെയിമിനെ നന്നായി ക്ലീൻ ചെയ്യുക. അപ്പോൾ അതിന് ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് വെറ്റായി ചെയ്താലും മതി. ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നന്നായി ക്ലീൻ ചെയ്താൽ മതി, ഒരു പാടൊന്നും ഇല്ലാതെ നന്നായി ക്ലീൻ ചെയ്യുക. പിന്നെ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഫിക്സ് ചെയ്യുക. അപ്പം ഞാനിതിൽ ഒരു പേപ്പർ ഡോളിന് ഒരു ഹാഫ് പീസ് അടിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിൻറ്റേജ് തീമിൽ ചെയ്യാമെന്നാണ് ഒരു പ്ലാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഫോട്ടോസാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, ആ ഒരു പഴയകാല ലുക്ക് വരുത്താൻ വേണ്ടിയിട്ട്. കാരണം വളരെ ഭംഗിയായിരിക്കും വിൻറ്റേജ് തീമിൽ ചെയ്യുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഇതുപോലത്തെ ടാഗ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ടാഗ്സ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്. ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതെങ്ങനെയാണെന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാമെന്നാണ്. അതുപോലെ തന്നെ ഈ ഫ്രെയിം എവിടെ നിന്നാണ് മേടിച്ചതെന്നുള്ളതും ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാവുന്നതാണ്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്യുക. ഫസ്റ്റ് എങ്ങനെയാണെന്നുള്ളതൊന്ന് അറേഞ്ച് ചെയ്യുക. അതിന് ശേഷം മാത്രം ഇത് ഫിക്സ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഞാൻ ഇതിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈ ഫ്ലവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് തന്നെ ഫ്ലവേഴ്സിനെ ഡ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും. വളരെ സിമ്പിൾ മെത്തേഡാണ്. സാധാ നമ്മുടെ പഴയ ബുക്കുകളൊക്കെ ഇല്ലേ, അതിലൊക്കെ ഫ്ലവേഴ്സിനെ ലീഫിനെയൊക്കെ വയ്ക്കുക. ഇതിപ്പോൾ ഒരു ചെമ്പരത്തിൻ്റെ പൂവാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു ബുക്കിൻ്റെ ഉള്ളിൽ ഒരു 1.5 വീക്കൊക്കെ കുറച്ച് മേലെ കുറച്ച് വെയിറ്റ് ആയിട്ടുള്ള ബുക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് ബുക്സ് കൂടെ വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതല്ലാതെ ഇതൊക്കെ നമ്മൾ തൊടിയിലൊക്കെ കാണുന്ന സാധാ പൂക്കളൊക്കെയാണ്. ഇതിനെയൊക്കെ നമുക്കിതിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ, ഒരു വിൻറ്റേജ് ലുക്ക് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനെ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്നാൽ ബാക്ക് സൈഡിലൊന്നും അടയാളങ്ങളൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ജസ്റ്റ് നമ്മുടെ ലോക്ക് താഴേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ലോക്ക് ആയിക്കോളും, അതവിടെ ഫിക്സ് ആയിക്കോളും. അപ്പോൾ ഇങ്ങനെയാണ്, ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ്. ഈ ഫ്രെയിം കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും പക്ഷേ നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.